സിക്സ്ത് സെം ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് പ്രീവിയസ് ഇയർ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം എന്താ വാട്ട് ഈസ് കൺസോർട്ടിസം ലെൻഡിങ്. കൺസോർട്ടിസം ലെൻഡിങ് ഈസ് വെൻ 2 or more banks jointly give a loan to a single borrower usually for large project. അതായത് ഒരു പ്രോജക്റ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ ബോറോവറിന് രണ്ടിൽ കൂടുതലോ ബാങ്ക് ജോയിൻ ചെയ്തിട്ട് കൊടുക്കണ ലോണിനെ പറയുന്നതാണ് കൺസോർട്ടിസം ലെൻഡിങ്. അതായത് എക്സാമ്പിൾ പറയണമെങ്കിൽ ഇപ്പം SBIയും ഫെഡറലും 2 ബാങ്കാണ്. അപ്പോൾ ഈ 2 ബാങ്കും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യും, ഒരു സിംഗിൾ ബോറോവറിന് ഒരു ലോൺ കൊടുക്കും. അതിനെ പറയുന്നതാണ് കൺസോർട്ടിസം ലെൻഡിങ്. ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് കുറക്കും. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ cost benefit analysis. It is a method of comparing the total cost and total benefits of a project to decide whether it is profitable or not. അതായത് ഇതൊരു കമ്പയറിംഗ് മെത്തേഡാണ്. ടോട്ടൽ കോസ്റ്റിനെയും ടോട്ടൽ ബെനിഫിറ്റ്സിനെയും കമ്പയർ ചെയ്യണ ഒരു മെത്തേഡിനെ പറയുന്നതാണ് ടോട്ടൽ കോസ്റ്റ് ബെനിഫിറ്റ് അനലൈസിസ്. ഇതെന്ത് ഡിസൈഡ് ചെയ്യും, ഒരു പ്രോജക്റ്റ് പ്രോഫിറ്റബിൾ ആണോ അല്ലയോ അതൊക്കെ ഇത് ഡിസൈഡ് ചെയ്യും. അതുപോലെ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പാൻഡ് DPR ആൻഡ് EIA. DPR എന്ന് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട്. EIA എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് അടുത്തൊരു ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് പ്രോജക്റ്റ് ഇവാലുവേഷൻ. A project evaluation means assessing the feasible performance and effectiveness of a project before or after implementation. ഒരു പ്രൊജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ശേഷമോ അതിൻ്റെ പെർഫോമൻസ് അസസ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്യുക, ഇത് നടക്കുമോ, അതുപോലെ തന്നെ ഇത് ഫീസിബിൾ ആണോ, അതുപോലെ തന്നെ ഇത് ഫീസിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിബിൾ ആണോ, അതുപോലെ തന്നെ ഇത് കൊണ്ടുവന്നാൽ എഫക്റ്റീവ്നെസ് ഉണ്ടാവോ, അതുപോലെ ഇവാലുവേഷൻ ആ പേര് തന്നെ ഇവാലുവേറ്റ് ചെയ്യുക ഒരു പ്രൊജക്റ്റിന്. അപ്പം ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് യു മീൻ ബൈ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്. പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് റിസോഴ്സസ് ടു കംപ്ലീറ്റ് എ പ്രോജക്റ്റ് സക്സസ്ഫുള്ളി വിത്തിൻ ടൈം ആൻഡ് ബഡ്ജറ്റ്. അതായത് പ്രോജക്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ പ്രോസസ്സാണ്, പ്ലാനിങ്, അതുപോലെ തന്നെ ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് റിസോഴ്സസ് ഇതൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ഒരു പ്രോജക്റ്റ് എങ്ങനെ സക്സസ്ഫുള്ളി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം, ഒരു വിത്തിൻ ടൈമിലും വിത്തിൻ ബഡ്ജറ്റിലും നമുക്കിങ്ങനെ ഒരു പ്രോജക്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, പ്ലാൻ ചെയ്യുക, അതിനൊക്കെ പറയണ ഒരു പ്രോസസ്സിനെ പറയണ പേരാണ് എന്ത്, പ്രോജക്റ്റ് മാനേജ്മെന്റ് എന്ന്. അപ്പോൾ വാട്ട് ഈസ് ഫീസിബിലിറ്റി. ഫീസിബിലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ് എന്താ, ഫീസിബിലിറ്റി മീൻസ് ചെക്കിംഗ് വെദർ എ പ്രോജക്റ്റ് ഇസ് പ്രാക്ടിക്കൽ ആൻഡ് പോസിബിൾ ഇൻ ടേംസ് ഓഫ് കോസ്റ്റ് ആൻഡ് ടൈം ആൻഡ് റിസോഴ്സസ്. അതായത് ഒരു പ്രോജക്റ്റ് പ്രാക്ടിക്കൽ ആണോ അല്ലെങ്കിൽ പോസിബിൾ ആണോ എന്തിൻ്റെ ടേംസിൽ, കോസ്റ്റ്, ടൈം, റിസോഴ്സസ് എന്ന് ഉദ്ദേശിച്ചാൽ നമുക്ക് ഇത് വേണം, റിസോഴ്സസിൽ വാട്ടർ, ഇലക്ട്രിസിറ്റി അതൊക്കെ പെടും. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് റിസ്ക് മാനേജ്മെന്റ്. റിസ്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ്, അനലൈസിങ് ആൻഡ് കൺട്രോളിങ് റിസ്ക് ദാറ്റ് മേ എഫക്ട് എ പ്രോജക്റ്റ്. റിസ്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. എന്ത്, ഐഡന്റിഫൈയിങ്, അനലൈസിങ് മനസ്സിലാക്കുക, അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യുക, റിസ്ക് കൺട്രോൾ ചെയ്യുക. റിസ്ക് മാനേജ്മെന്റിന്റെ പേരിൽ തന്നെ ഉണ്ട് റിസ്ക് മാനേജ് ചെയ്യുക. മെയിനായിട്ട് ഒരു പ്രൊജക്റ്റിൽ വരുന്ന റിസ്ക് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, അത് മനസ്സിലാക്കുക, അത് കൺട്രോൾ ചെയ്യുക. അതാണ് റിസ്ക് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വാട്ട് ഈസ് പ്രോജക്റ്റ് ഡിസൈൻ. പ്രോജക്റ്റ് ഡിസൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോജക്റ്റ് ഡിസൈൻ ഈസ് ദ പ്ലാനിങ് സ്റ്റേജ് വേർ ദ ഒബ്ജക്റ്റീവ്സ്, activities, resources and timeline of a project are clearly defined. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തന്നെ ഒരു പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്യാം. അതായത് ഇപ്പം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ഉണ്ടാവും, അതിൽ നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഉൾപ്പെടുത്തും, നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് അതിൽ യൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എന്തൊക്കെ റിസോഴ്സസ് ഉപയോഗിച്ചിട്ടാണ് പ്രൊജക്റ്റ് നമ്മൾ ഫോം ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രൊജക്റ്റിന് എന്തുണ്ടാവും, ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ഉണ്ടാവും, ഒരു എൻഡിങ് ഏജ് ഉണ്ടാവും. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ബ്രേക്ക് ഇവൻ പോയിന്റ്. ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ദർ ഈസ് നോ ലോസ് ആൻഡ് നോ പ്രോഫിറ്റ്. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ എന്താണ് വാട്ട് ആർ ദ ടേം ലോൺസ്. ലോൺ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ. ഇപ്പോൾ
The term loans are loans taken for a fixed period and repaid in installments, usually used for long-term investments. അതായത് ഫിക്സ്ഡ് പീരീഡിനായിരിക്കും ലോൺസ് എടുക്കുക. യൂഷ്വലി യൂസ്ഡ് ഫോർ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനായിരിക്കും കൂടുതലും എടുക്കാറ്. ഇപ്പോൾ നമ്മൾ ലോൺ എടുത്തെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മൾ ഒരു 50,000 രൂപ ലോൺ എടുത്തെങ്കിൽ അതിന് നമ്മൾ റീപേ ചെയ്യണം ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്. 3 months 1 month കൂടുമ്പോൾ നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് റീപേ ചെയ്തുകൊണ്ടിരിക്കണം എമൗണ്ട്. ആ ഒരു 50,000 ആവണത് വരെ. അപ്പോൾ വാട്ട് ഈസ് ഷെഡ്യൂൾഡ് കൺട്രോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോണിറ്ററിങ് project progress and making adjustments to ensure the project is completed on time. ഓരോ പ്രോജക്റ്റിനും ഓരോ ടൈം ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ അവർക്ക് ഇന്ന ആക്ടിവിറ്റിക്കുള്ളിൽ ഇന്ന സമയത്തിനുള്ളിൽ ഇന്ന ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഓരോന്ന് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ സമയത്തിനുള്ളിൽ അവരതൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ അതൊക്കെ എൻഷുർ ചെയ്യണ ഒരു സംഭവമാണ് ഈ ഷെഡ്യൂൾഡ് കൺട്രോൾ. അതായത് സമയത്തിനുള്ളിൽ എല്ലാവരും അവർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ ഇതൊക്കെ മോണിറ്റർ ചെയ്യാം. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് പ്രോജക്റ്റ് ഫോർമുലേഷൻ. Project formulation is the process of developing a project idea into a detailed plan with objective, cost and strategies. പ്രോജക്റ്റ് ഫോർമുലേഷനിൽ എന്നുള്ള പേരിൽ തന്നെ ഉണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോജക്റ്റ് ഫോം ചെയ്യുക. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് എ പ്രോജക്റ്റ് ഐഡിയ. ഒരു പ്രോജക്റ്റ് ഐഡിയനെ ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ ആക്കി മാറ്റുക. എന്തൊക്കെ ഉപയോഗിച്ചിട്ട്, ഒബ്ജക്റ്റീവ്സ്, കോസ്റ്റ്, അതുപോലെ തന്നെ സ്ട്രാറ്റജീസ് ഒക്കെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇതാണ് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ്